കേരളത്തെ ഞെട്ടിച്ച ടാർഗറ്റ് തൊഴിൽ പീഡനത്തെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി RDX വിശദമായി ചർച്ച ചെയ്തതാണ്. ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ശരിവച്ചിരിക്കുന്നു. തൊഴിൽ പീഡന വിഷയത്തിൽ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മന്ത്രി. ഒരു റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ട് ശരിയാണെന്ന് തോന്നിയില്ല. വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലേബർ കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. HPL ഓഫീസുകളിൽ തൊഴിൽ പീഡനമേ നടന്നിട്ടില്ല എന്നായിരുന്നു ലേബർ ഓഫീസറുടെ കണ്ടെത്തൽ. നായ്ക്കളെ പോലെ നടത്തിച്ചും ചാക്കിൽ കെട്ടി നിർത്തിയും പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളുടെ അടിവസ്ത്രം കഴുകിച്ചുമെല്ലാം HPL ഏജൻസികൾ പീഡനം നടത്തി അവിടെ പീഡനം നടന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആദ്യം RDX റാപ്പ് കണ്ടുവരാം 59 സെക്കൻഡിൽ. ഇതായിരുന്നു HPL കമ്പനിയിലെ ടാർഗറ്റ് പീഡനത്തിന് തെളിവായി ന്യൂസ് മലയാളം ആദ്യം പുറത്തുവിട്ട ദൃശ്യം. ഇത് കൊച്ചി ബ്രാഞ്ചിൽ നടന്നതാണ്. ശേഷം ക്രൂര പീഡനത്തിനിരയായ നിരവധി ഇരകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. എന്നാൽ ഇതൊന്നും പീഡനമല്ലെന്നും കൊച്ചി ബ്രാഞ്ചിലെ 2 മാനേജർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാരണമുണ്ടായ വ്യാജ പ്രചാരണമെന്നായിരുന്നു കൊച്ചി ലേബർ ഓഫീസർ നൽകിയ റിപ്പോർട്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ തൃശൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ HPL ഏജൻസികളിൽ പീഡന വാർത്തകളും ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ഇത് കാസർകോട്ടെ ഏജൻസിയിൽ നടന്ന പീഡനത്തിന്റെ ദൃശ്യം. കേരളം മുഴുവൻ ഇത് നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് സർക്കാർ തള്ളി. അന്വേഷണത്തിന് ലേബർ കമ്മീഷണറെ നിയോഗിച്ചു. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ വിവിധ ഏജൻസികളിൽ നടന്ന ടാർഗറ്റ് പീഡനത്തിന്റെ കൊടും ക്രൂരതയുടെ വാർത്തകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. RDX റാപ്പ്, ന്യൂസ് മലയാളം. കേരളത്തിലെ ഈ അടിമക്കളങ്ങളെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്തത് ഏപ്രിൽ 5-നാണ്. കേരളം ഞെട്ടിയ ദൃശ്യങ്ങളും വെളിപ്പെടുത്തലുകളും വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ വാർത്തയിൽ തൊഴിൽ മന്ത്രിയുടെ നടപടിയുണ്ടായി. മാർക്കറ്റിംഗ് കമ്പനിയിലെ തൊഴിൽ പീഡനം മനുഷ്യത്വഹീനം എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. കർശന നടപടി സ്വീകരിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സ്വമേധയാ കേസെടുത്ത് യുവജന കമ്മീഷനും രംഗത്തെത്തി. പക്ഷേ വെള്ളപൂശിയ ഒരു റിപ്പോർട്ടാണ് പിന്നീട് നമ്മൾ കണ്ടത്. HPL കമ്പനിയെ വെള്ളപൂശിയാണ് ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ട് നൽകിയത് എറണാകുളം ജില്ലാ ലേബർ ഓഫീസറായ PG വിനോദ് കുമാറാണ്. തൊഴിലാളികളെ ആരും പീഡിപ്പിച്ചിട്ടില്ല. മാനേജറെ പുറത്താക്കിയതിലുള്ള പ്രതികാരമാണ് ദൃശ്യം പുറത്തുവിടാൻ കാരണം. സ്ഥാപന ഉടമയ്ക്കെതിരെ മുൻ മാനേജർ ഒരുക്കിയ കുരുക്കാണിത്. സംഭവം കണ്ടവരാരും പരാതിയുമായി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ലേബർ ഓഫീസറുടെ റിപ്പോർട്ട്. മന്ത്രി ആ റിപ്പോർട്ട് തള്ളി. ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് തള്ളിയത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഒരു റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ട് ശരിയാണെന്ന് തോന്നിയില്ല. ലേബർ ഓഫീസറുടെ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി എന്നും മന്ത്രി ഇന്ന് പറഞ്ഞു. മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം കൂടി നമുക്ക് കണ്ടുവരാം. ഒരു റിപ്പോർട്ട് കിട്ടി, അത്ര ശരിയാണെന്ന് തോന്നിയില്ല. ഒന്നുകൂടെ സമഗ്രമായി അന്വേഷിക്കാൻ വേണ്ടി ലേബർ കമ്മീഷനോട് പറഞ്ഞു. അല്ല, എനിക്ക് റിപ്പോർട്ട് അത്ര ശരിയാണെന്ന് തോന്നിയില്ല. എൻ്റെ അത് ലേബർ കമ്മീഷനെ കൊണ്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ DLO ആണ് തന്നിരിക്കുന്നത്. DLOയുടെ റിപ്പോർട്ട് അതും ശരി ഇതും ശരി എന്നുള്ള നിലയിലൊക്കെ എഴുതുന്ന റിപ്പോർട്ട് പോലെ എഴുതി കൊണ്ട് വന്നിരിക്കുക. അവ്യക്തത ഉണ്ട്. അതുകൊണ്ടാണ് ലേബർ കമ്മീഷൻ ചുമതലപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അത് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ്, കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ ഡെവലപ്മെൻ്റ് ആ വാർത്തയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ വാർത്ത തന്നെ ഇല്ലാതാക്കാൻ വേണ്ട ശ്രമം, ഇതിൽ അട്ടിമറി ശ്രമം വളരെ കൃത്യമായി നടക്കുമ്പോഴാണ് കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, പാലക്കാട് നിന്നൊക്കെയുള്ള പുതിയ പുതിയ വിവരങ്ങൾ വരുന്നത്. ഇന്നിപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ എന്ത് തോന്നി? പക്ഷേ ഇതിപ്പോൾ മന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് തൊഴിൽ വകുപ്പിന് ഇടപെടാതിരിക്കാൻ 3 കാരണങ്ങളുണ്ടായിരുന്നു വേണമെങ്കിൽ. അതായത് ഒരു മാധ്യമവും, നമ്മളല്ലാതെ ഒരു മാധ്യമവും വേണ്ടത്ര ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ടേയില്ല. പല മാധ്യമങ്ങളും കേരളത്തിൽ ഇത്ര ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ശക്തമായിട്ട് ഇടപെടണമോ, സാധാരണയിൽ ഇത്തരം വിഷയങ്ങളുണ്ടായ എത്രയ്ക്ക് ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാകുമോ അതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാർപ്പറ്റിനടിയിലേക്ക് നീക്കി വെക്കാൻ ശ്രമിച്ചു, പല മാധ്യമങ്ങളും, നമ്മളല്ലാതെ. രണ്ടാമത്തെ കാരണം, ഇത് കേരളം നമ്പർ 1 എന്ന് നമ്മുടെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെയും മറ്റു അവകാശവാദത്തെ, സർക്കാരിൻ്റെ പക്ഷത്തെ അവകാശവാദത്തിന് എതിരായിട്ടുള്ളൊരു കഥയായിട്ട് ഇത് വന്നേനെ. എന്തെന്നാൽ
അന്നത്തെ BJPയുടെ പ്രതികരണം തന്നെയും കേരളത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള മട്ടിൽ സംസ്ഥാന സർക്കാരിനെയും കേരളത്തെയും ഒരല്പം വിമർശിക്കുന്ന വിധത്തിലായിരുന്നു അന്ന് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വിമർശനം വന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്താൽ ഏതാണ്ട് ഒരു 60 കോടിയോളം വിറ്റുവരവുള്ള ഒരു കമ്പനിയാണല്ലോ ഇത്. ഈ സ്ഥാപനത്തിനെതിരെ വല്ല നടപടിയോ മറ്റോ എടുത്താൽ ഇതാ കണ്ടില്ലേ കേരള സർക്കാർ ഈ CPM-കാരാകെ സ്ഥാപനം പൂട്ടിക്കാൻ പോകുന്നേ എന്ന് പറയുന്ന വിമർശനം വന്നേനെ. അങ്ങനെ 3 കാരണങ്ങൾ അവർക്ക് മുന്നിൽ ഉണ്ടായിട്ട് പോലും പക്ഷേ മന്ത്രി അതിശക്തമായിട്ട് ഇടപെട്ടു. അന്നത്തെ ദിവസവും വളരെ കൃത്യമായിട്ട് തന്നെ കാര്യം പറഞ്ഞു. ലേബർ കമ്മീഷൻ ലേബർ ഓഫീസർ പോയിട്ട് റിപ്പോർട്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ലേബർ ഓഫീസർ വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന റിപ്പോർട്ടും കൊണ്ട് വന്നപ്പോൾ അത് പറ്റില്ല, അവിടെയും ഇവിടെയും എന്ന മട്ടിലാണ് ഉള്ള റിപ്പോർട്ടല്ല എനിക്ക് വേണ്ടത്. അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് നല്ല സ്ട്രോങ് ബേർഡായിട്ട് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സർക്കാരും തൊഴിൽ വകുപ്പും മന്ത്രിയും അതിശക്തമായിട്ട് ഈ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് എന്നത് അത്യാവശ്യം നല്ല അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കിത് കണ്ടുവന്നപ്പോൾ തോന്നി. നമ്മളാണല്ലോ ഇത് ഏറ്റവും ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നമ്മളാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കുട്ടികളുടെ ചെറുപ്പക്കാരുടെ ഈ പരാതി പ്രളയം മുഴുവൻ നേർക്കുനേർ കേട്ട ആളുകളാണ് ഞാനും വർഷനും അടക്കമുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം. അതുകൊണ്ട് അതിലൊരു വേദന നമുക്കുണ്ട്. ആ വേദന, ആ ക്രൂരകൃത്യം ഈ മുതലാളിയും മറ്റും ചെയ്തിരിക്കുന്ന ഈ കുറ്റകൃത്യം ശരിയാവണ്ണം തന്നെ അഭിസംബോധന ചെയ്ത് പോകണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് മറിച്ച് കാരണങ്ങളുണ്ടായിട്ടും ഈ സർക്കാരും തൊഴിൽ വകുപ്പും തൊഴിൽ മന്ത്രിയും സ്വീകരിച്ചു എന്നത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടും അഭിനന്ദനാർഹമായിട്ടും തോന്നി. ഹർഷൻ, തീർച്ചയായും ഇതിൽ ഈ PG വിനോദ് കുമാർ ലേബർ ഓഫീസർ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ പറഞ്ഞു പോകേണ്ടി വരും. അത് പേരെടുത്ത് തന്നെ പറഞ്ഞു പോകണമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ലേബർ ഓഫീസർ എന്ന് പറഞ്ഞു ഇവിടെ പല ലേബർ ഓഫീസർമാരുണ്ട്, കൃത്യമായി അന്വേഷണമൊക്കെ നടത്തുന്ന ലേബർ ഓഫീസർമാർ ഇതിനിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ്. മാത്രമല്ല നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു തരുന്ന ലേബർ ഓഫീസർമാരും ജോലി ചെയ്യുന്നത് കൊണ്ട് അത് പറഞ്ഞു പോകണം. അപ്പോൾ PG വിനോദ് കുമാറിൻ്റെ റിപ്പോർട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2 പേർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണത്തിൽ അദ്ദേഹം വീണു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സംസ്ഥാനത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനുവേണ്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഇപ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാകുന്നിടത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നയിടത്ത് ഇടപെടുന്നതിനും ഒക്കെ ചുമതലപ്പെട്ട ആൾ തന്നെയാണല്ലോ ലേബർ ഓഫീസർ. ഏറ്റവും എളുപ്പത്തിൽ ആ ജോലി പൂർത്തിയാക്കാം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാവാത്തത്. കാരണം അതെ, 2 പേരോട് സംസാരിച്ച് പ്രശ്നം അവസാനിപ്പിച്ചു, റിപ്പോർട്ടും കൊടുത്തു. അതെങ്ങനെയാണ്? അത് മന്ത്രി അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഈ തൊഴിലാളികൾക്ക്, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യം. കാസർഗോഡ് നിന്ന് വന്ന ദൃശ്യം നമ്മൾ കണ്ടല്ലോ. സമാനമായ സ്വഭാവത്തിൽ കഴുത്തിൽ ചങ്ങലയിട്ടതുപോലെ ഈ ഒരു ബെൽറ്റ് വിട്ട് ഇങ്ങനെ പട്ടിയെ പോലെ നായെ പോലെ നടത്തിക്കുന്ന ദൃശ്യം നമ്മൾ അവിടുന്ന് കണ്ടു. മറ്റു പല സ്ഥലത്തു നിന്നും മറ്റു പല ദൃശ്യങ്ങളും നമുക്ക് കിട്ടി. എത്രയോ ആളുകൾ നമ്മളോട് സംസാരിച്ചു. ഇതൊക്കെ ഒരു ലേബർ ഓഫീസർ വിചാരിച്ചാലും നടക്കില്ലേ ഇത് സംഘടിപ്പിക്കാൻ, ഈ ആളുകളോട് സംസാരിക്കാൻ? ഒരൊറ്റ തവണ ഈ ലേബർ ഓഫീസർ നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചോ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഈ പരാതി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ തരൂ, ആ ഡേറ്റ തരൂ, നമുക്കതൊന്ന് പരിശോധിക്കാം എന്ന് ഏതെങ്കിലും ലേബർ ഓഫീസറെ സമീപിച്ചോ? അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളെ സമീപിച്ചുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിയോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ, ഞാൻ ഈ കാര്യത്തിലൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് എന്നതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണമാണ് ഈ വാർത്ത. ഈ വാർത്തയെ ഇവിടെ തന്നെ കുഴിച്ചിടാനുള്ള ശ്രമമാണ് നടന്നത്. മാത്രമല്ല മാധ്യമങ്ങൾ ഈ കാര്യത്തോട് സ്വീകരിച്ച ബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ആളുകൾക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക് മുതലാളിമാരോട് നേരിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാലും അധികമാവില്ല. റൈറ്റ്. എന്തായാലും ഇന്നത്തെ RDX ചർച്ചയിൽ ഒരിടത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു നയം പ്രധാനമാണെന്ന് RDX കരുതുന്നുവെന്ന്. വാർത്ത സത്യം മാത്രമാകണമെന്നത് ന്യൂസ് മലയാളത്തിൻ്റെ നയമാണ്. അനുമാനങ്ങളെക്കാൾ പ്രധാനം പ്രമാണങ്ങളാണ്. അനുമാനങ്ങളിലല്ല, തെളിവ് രേഖകളിലും വസ്തുതകളിലും ഊന്നിയാണ് ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടത്. അതിൽ വസ്തുതയില്ലെന്ന് സ്ഥാപിക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ പല കോണിൽ നിന്നുമുണ്ടായി. ജില്ലാ ലേബർ ഓഫീസറുടെ ആദ്യ റിപ്പോർട്ടും വസ്തുതകളെ തള്ളി. ന്യൂസ് മലയാളം വസ്തുതകളോട് മാത്രം നീതി പുലർത്തി. ഇന്ന് സംസ്ഥാന സർക്കാർ ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ട് ശരിയെന്ന് അംഗീകരിച്ചിരിക്കുന്നു. ഈ നയം ന്യൂസ് മലയാളം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ RDX ഇവിടെ തീരുന്നു.